പിടിച്ചു വാങ്ങി ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇതിലും വലിയ സങ്കടം സഹിക്കാനുണ്ടോ? എന്തൊക്കെ ചെയ്താലും സഹിക്കല്ലാതെ ഒന്നും പ്രതികരിക്കാനാവാത്ത അവസ്ഥ. വീട് വിട്ടിറങ്ങി മാധവേട്ടന്റെ അരികിലേക്ക് പോയാലോ? അവിടെ പെറ്റമ്മയ്ക്ക് നരകം ഒരുക്കാൻ നൊന്തു പ്രസവിച്ച മകനുണ്ടല്ലോ. ദേവി, ഇങ്ങനെ പരീക്ഷിക്കല്ലേ. പാചകത്തിൽ ചേരുവകളുടെ അളവ് തെറ്റിയ ചരിത്രം ചന്ദ്രികയ്ക്കില്ല. പക്ഷെ മനസ്സിന്റെ കരുതൽ തെറ്റിയപ്പോ ഇവിടെ അത് സംഭവിച്ചു. അളവ് തെറ്റി മുഖത്ത് തിളച്ച ചായ വീഴാതെ കാത്തോള ദേവി. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരാ ഈ നേരത്തെ വിളിക്കാൻ? ഇനി നേരത്തെ വിളിച്ച വർക്ക്ഷോപ്പുകാരായിരിക്കോ? ഹലോ ഹലോ മാധവേട്ട. ചന്ദ്രുവാണോ? നീ ഏത് നമ്പറിൽ നിന്നായി വിളിക്കുന്നേ? നിന്റെ ഫോണിന് എന്ത് പറ്റി? അത് പിന്നെ എന്റെ ഫോൺ തറ വീണ് പൊട്ടിപ്പോയി. ഇത് പിന്നെ ആരുടെ ഫോൺ നമ്പരാ? സുചിത്രയുടെ അമ്മ ജഗതയ്ക്കൊപ്പം അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി മീനാക്ഷി, അവളുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. എന്താ ചന്ദ്രു, എന്തിനാ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത്? മനോജിന്റെ ഹരിതയുടെ ഫോണിൽ നിന്ന് വിളിച്ചാ പോരായിരുന്നോ? അത് പിന്നെ അവര് രണ്ടുപേരും നല്ല ഉറക്കത്തില. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ ചന്ദ്രുവിന്? അറിയണമല്ലോ. നമ്മുടെ വിവാഹ ദിവസം മറക്കാൻ പറ്റുമോ? വിവാഹ ദിവസം മാത്രമല്ല, നമ്മൾ ആദ്യമായി കണ്ട ദിവസവും ഇന്ന് തന്നെ. രണ്ടും ഒരേ ദിവസം. എന്തൊക്കെ മറന്നാലും ആ ദിവസത്തിന്റെ ഓർമ്മ തിളക്കം അതൊരിക്കലും മായില്ല. അല്ലേ ചന്ദ്രു? മാധവേട്ടന്റെ ശബ്ദത്തിന് പെട്ടെന്നൊരു ചെറുപ്പം വന്നതുപോലെ. ഈ പറയുന്ന ആൾക്കും മധുര 17ന്റെ കിളിമൊഴി തന്നെ. എല്ലാ വിവാഹ വാർഷികത്തിനും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ വേർപിരിഞ്ഞ് കഴിയുന്നു. അതുകൊണ്ടെന്താ ഇന്നും വെറുതെ ഓർമ്മകൾ വയവിറക്കി രണ്ടിടത്തായി കഴിയണമെന്നാണോ? നടക്കില്ല. ഉടനെ ചന്ദ്രിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? നമ്മൾ രണ്ടാൾക്കും കൂടി പഴയതുപോലൊന്ന് ചുറ്റിക്കറങ്ങണം. എന്നിട്ട് രണ്ടാൾക്കും മാത്രമായി നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കണം. എന്ന് വെച്ചാ നമ്മൾ മാത്രം പങ്കെടുക്കുന്ന ഒരു വിവാഹ വാർഷികം. ചന്ദ്രു, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമുക്ക് നമ്മൾ മാത്രം മതിയായിരുന്നു. അതെ ചന്ദ്രു, നമ്മളെ പരസ്പരം പിരിക്കാനായിരുന്നുവെങ്കിൽ എന്റെ ചന്ദ്രു പ്രസവിക്കണ്ടായിരുന്നു. എന്തെങ്കിലൊക്കെ ചിലപ്പോഴൊക്കെ മാധവൻ ഇങ്ങനെയാ. നീയില്ലാതെ, നിന്നെ കാണാതെ പറ്റുന്നില്ല എനിക്ക്.
മാധവൻ നായർ പഴയ മാധവനിലേക്ക് പോയോന്നൊരു സംശയം. ചന്ദ്രുവുമായി പ്രണയിക്കാൻ തുടങ്ങിയപ്പോ കണ്ണാടിക്ക് മുമ്പിൽ എത്ര ഒരുങ്ങിയാലും മതി വരില്ലായിരുന്നു. മാധവേട്ടനായിട്ടുള്ള ഒളിച്ചോട്ടം നടന്നിട്ട് വർഷം എത്രയായി? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. മീശയൊക്കെ കൃത്യമായി വെട്ടി ഒതുക്കി, കുട്ടിക്കൂറ പൗഡറൊക്കെ ഇട്ട്, മുണ്ടിന്റെ കരയൊക്കെ വശത്തേക്ക് ഒതുക്കി കുത്തി, ചുണ്ടിലൊരു പ്രണയഗാനവും മുളി. എത്ര നേരമാ ഞാൻ എന്നെ തന്നെ നോക്കി ആസ്വദിച്ചിരുന്നത്. സമയം എത്ര വേഗത്തിലാ പോകുന്നത്. 5 മക്കളെ പ്രസവിച്ചു, വളർത്തി വലുതാക്കി, കല്യാണം കഴിപ്പിച്ചു, അവർക്കും മക്കളായി. കാമുകിയും ഭാര്യയും മുത്തശ്ശിയൊക്കെയായി 3 ജീവിതഘട്ടങ്ങളും പിന്നിട്ടു. വിവാഹത്തിന് മുമ്പ് ചന്ദ്രുവുമായി ചുറ്റിക്കറങ്ങിയ ഇടങ്ങളിലൊക്കെ പോണം. അന്നത്തെ ആ മധുരിക്കുന്ന ഓർമ്മകളിലൂടെ ചേർത്ത് പിടിച്ചു നടക്കണം. ഈ വാർദ്ധക്യദശയിലും വിവാഹ വാർഷികത്തെക്കുറിച്ച് ഓർക്കുമ്പോ പഴയ ചന്ദ്രികയിലേക്ക് തിരിച്ചു പോകാനാ ആഗ്രഹം. അന്നത്തെ കളിച്ചിരികളും സ്വപ്നങ്ങളും ഒക്കെയാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൂപ്പൻ താടി പോലെ പ്രണയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാലം. ഞാനും ചന്ദ്രവും മാത്രമുള്ള ഈ ഭൂമിയുടെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ